ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നാട്ടിലെ മിഡ് നൈറ്റായി, ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ. എങ്കിലും ഒക്കെ എനിക്കറിയാം ചിലർ കുറച്ച് പേരെങ്കിലും ഗൾഫിലുള്ളവരൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. പലരും മെസ്സേജ് അയച്ചു, സാറേ ഉറങ്ങിക്കോട്ടെ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഉറങ്ങിക്കോ, രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ വീഡിയോ കിട്ടും എന്ന് പറഞ്ഞു. എങ്കിലും അത് കാത്തിരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആ ഡെഡിക്കേഷന് ഞാൻ റിയലി താങ്ക്സ്ഫുൾ ടു യു. കാരണം ഓക്കെ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? എന്തെങ്കിലും പ്രയോജനം ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾ കാത്തിരിക്കുന്നത്? ഇല്ലേ, കാത്തിരിക്കുമോ? ഇല്ല ഇല്ലേ? അപ്പം സമയമൊന്നും കളയുന്നില്ല, നമുക്ക് നേരെ മാർക്കറ്റിലോട്ട് വരാം. ഇന്ന് എന്താണ് സംഭവിച്ചത്? അപ്പം ഇന്നത്തെ കാര്യം പറയുന്നതിന് മുന്നേ നിങ്ങൾ വീക്കിലി അനാലിസിസ് ക്ലിയറായിട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു. കാരണം 1.5K ആൾക്കാർ വീക്കിലി അനാലിസിസ് കണ്ടു. ഓക്കെ, അപ്പം വീക്കിലനുസരിച്ച് ഞാൻ എന്താണ് പറഞ്ഞത്? ഞാനൊരു കാര്യം പറഞ്ഞത്, മൺഡേ മാത്രമേ നമുക്ക് ഒരു ട്രെൻഡ് കൺഫർമേഷൻ, മാർക്കറ്റിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് നമുക്ക് എങ്ങനെയാണെന്ന് കൺഫർമേഷൻ എപ്പോഴാണ് കിട്ടുന്നത്? മൺഡേ മാത്രമേ കിട്ടൂ എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞിരുന്നു, മാർക്കറ്റ് ഒരു പക്ഷെങ്കിൽ ഈ പറയുന്ന ഇന്നലത്തെ ഹൈ, ഈ വെള്ളിയാഴ്ച ഉണ്ടാക്കിയ ഹൈയുടെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ മോളോട്ട് നമുക്കൊരു റാലി ഉള്ളൂ, ഇല്ലെങ്കിൽ മാർക്കറ്റ് താഴോട്ട് തന്നെ വരും എന്ന് പറഞ്ഞു. ഇതിനകത്ത് നോ ട്രേഡിംഗ് സോണാണ്. ഇതിന് താഴോട്ടാണ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ട്രേഡ് ഉണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ വീക്കിലി അനാലിസിൽ പറഞ്ഞു. എത്ര പേര് ഓർക്കുന്നുണ്ടെന്നൊന്നും അറിയത്തില്ല. ഇന്ന് എൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് ചോദിച്ചു, സാർ ഇവിടുന്ന് ഇനി എങ്ങോട്ട് പോകും, ഇവിടെ എങ്ങനെയാണ് എങ്ങനെ? അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ വീക്കിലി അനാലിസിസ് കണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അതെന്തോ ഞാൻ ഓർക്കുന്നില്ല. എങ്ങനെയുണ്ട്? അപ്പോൾ അത്രയ്ക്കുള്ള ഒരു എന്താ പറയുക, ഇതിനോടുള്ള ഈ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയോട് അത്ര മാത്രമേ ഉള്ളൂ ഒരു ആത്മാർത്ഥത. മനസ്സിലായില്ലേ? എങ്ങനെയെങ്കിലും പോട്ടെ, വീണില്ല. ഓക്കെ, ചക്ക വീണ് മുയൽ കത്ത് കഴിഞ്ഞാൽ ആ മുയലിനെടുത്ത് വീട്ടിൽ കൊണ്ട് കറി വെച്ച് കൂട്ടാം എന്നുള്ള ധാരണയിലാണ് നിങ്ങൾ ഓരോരുത്തരും ട്രേഡ് ചെയ്യുന്നത്. അങ്ങനെയല്ല. എന്നാൽ തന്നെ മറിച്ച് ട്രേഡ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഓക്കെ, ഇന്ന് രാവിലെ ഏകദേശം ഒരു 11 മണിയായപ്പോൾ തന്നെ ട്രേഡ് അവസാനിപ്പിച്ച് നിർത്തിപ്പോയ ധാരാളം ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ട്രേഡ് കൂടെ ഒന്നും പറയുന്നില്ല, നമ്മളെന്തിനാണ് പറയുന്നത്? അപ്പം നമുക്ക് ഞാൻ ഈ പറയുന്നത് എൻ്റെ വ്യൂ ആണ് പറയുന്നത്. ഓക്കെ, ഇത് ഒരു പക്ഷെ തെറ്റാകാം, ഒരു പക്ഷെ ശരിയാകും. ഞാൻ ക്ലിയർലി ഞാൻ ഇതിനെ അനലൈസ് ചെയ്യുന്നത് ഓൺലി ബേസ്ഡ് ഓൺ മൈ ചാർട്ട്. ഓക്കെ, എൻ്റെ ചാർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്. ഓക്കെ, ചാർട്ട് എന്ത് പറയുന്നത്, ഇതിനകത്തിൽ എന്താ കാണുന്നത് അതാണ് ഞാൻ പറയുന്നത്, അല്ലാതെ എനിക്ക് വേണ്ട. ഓക്കെ, അത് ഞാൻ വിട്ടു പോട്ടെ. അപ്പോൾ നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. ഇന്ന് എന്താ സംഭവിച്ചത്? ആസ് പെർ നമ്മളുടെ പ്രൈസ് ആക്ഷൻ പഠിച്ചവർക്ക് ഇന്ന് 3 ട്രേഡ് ഉണ്ടായിരുന്നു. 3 ട്രേഡ് എന്നെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക്, എന്നെ കൃത്യമായി ഡെയിലി എൻ്റെ വീഡിയോ കാണുകയും ഞാൻ ചെയ്യുന്ന പ്രൈസ് ആക്ഷൻസും ആ സ്പെഷ്യൽ വീഡിയോകളൊക്കെ കണ്ടവർ, കൃത്യമായി ഫോളോ ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവർക്ക് ഇന്ന് ധാരാളം 3 ഓപ്പർച്യൂണിറ്റി, 4 ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. 4 ഓപ്പർച്യൂണിറ്റി. ഓരോരുത്തരും സാർ ഇങ്ങോട്ട് മെസ്സേജ് അയക്കും, സാർ ഇതിങ്ങനല്ലേ. കറക്റ്റാണ് അവർ പറയുന്നത്, വളരെ വെരി കറക്റ്റാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് നോക്കാം. മാർക്കറ്റ് രാവിലെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, ഇല്ലേ? ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ മാർക്കറ്റ് ഒരു വലിയ ബിഗ് ക്യാൻഡിൽ നേരെ താഴോട്ട് വന്നു. അവിടുന്ന് റിവേഴ്സ് ചെയ്തു. നമ്മുടെ വരച്ച ലൈനിൽ തന്നെ വന്ന് സപ്പോർട്ട് എടുത്ത് നിന്നു. ഓക്കെ, അതിനുശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായി. അതിനുശേഷം അടുത്തൊരു ഗ്രീൻ ക്യാൻഡിൽ. ഇതൊരു ഗ്രീൻ ക്യാൻഡിലാണ്. ഈ ഗ്രീൻ ക്യാൻഡിൽ നേരെ പോയി കറക്റ്റ് നമ്മളുടെ ഈ അടുത്ത റെസിസ്റ്റൻസിൽ പോയി തട്ടി നേരെ തിരിച്ചു വന്ന് താഴെ ക്ലോസ് ചെയ്തു, ഇല്ലേ? താഴെ ക്ലോസ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ക്ലിയർ ആയിട്ടൊരു റിജക്ഷൻ നമുക്കിവിടെ കാണാം, ഇല്ലേ? വെരി ക്ലിയർ ആയിട്ട് റിജക്ഷൻ. നമ്മൾ പഠിച്ച റിജക്ഷൻ ക്യാൻഡിലിൻ്റെ വീഡിയോ എത്ര പേര് കണ്ടിട്ടുണ്ട്, അത് പഠിച്ചിട്ടുണ്ടോ, മനസ്സിലാക്കണം, എനിക്കറിയത്തില്ല. ഈ റിജക്ഷൻ പോയിന്റ് ട്രേഡ് എടുത്ത ധാരാളം ആൾക്കാരുണ്ട്. ഓക്കെ, ആ റിജക്ഷൻ പോയിന്റ് ട്രേഡ് എടുത്തു. നല്ല രീതിയിൽ ന്യായമോ അന്യായമോ ഏത് രീതിയിലാണെങ്കിലും നല്ലൊരു പ്രോഫിറ്റ് അവർക്ക് എടുക്കാൻ പറ്റി. ഇവിടുന്ന് 630 മുതൽ ഒരു 530, 100 പോയിൻറ്റിൻ്റെ ഫോള് അവർക്ക് കിട്ടി. എത്ര പോയിൻ്റ് എടുത്തെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇനി ആ ഒരു ട്രെൻഡ് ഡബിൾ കൺഫേം ചെയ്യുന്ന രീതിയിൽ ഞാൻ ഇതൊക്കെ അങ്ങ് വായിച്ചു കളയാമേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും.
ഇതെല്ലാം വായിച്ചോളെ. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കേ. അപ്പോൾ ട്രേഡ് നമ്പർ 1. ഓക്കെ, അടുത്ത ഡബിൾ കൺഫർമേഷൻ. ഇത് നോക്കിക്കേ, എന്താണ് ഇവിടെ സംഭവിച്ചത്? നമ്മുടെ സപ്പോർട്ടിന് താഴെ 5 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിൽ 75 to 80% ബോഡി ഉള്ളൊരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടി ഇല്ലേ? അപ്പോൾ ഇതൊരു കൺഫർമേഷൻ, നമുക്കൊരു ട്രേഡ് എടുത്തു. അതിനുശേഷം ഒരു ഡബിൾ കൺഫർമേഷൻ. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു കൺഫർമേഷൻ വന്നപ്പം ഇവിടെ ട്രേഡ് എടുത്താൽ ഹോൾഡ് ചെയ്യാം. ശരിയല്ലേ? നിങ്ങൾ കുറച്ച് യുക്തിപൂർവ്വം ചിന്തിക്കണം ഇല്ലേ? ഇവിടെ നിങ്ങളൊരു ട്രേഡ് എടുത്തു, ന്യായം ബുക്ക് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമുക്കൊരു ഡബിൾ കൺഫർമേഷൻ കിട്ടി ഇല്ലേ? ഇവിടെ വീണ്ടും ഒരു 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ താഴെ ക്ലോസിങ് കിട്ടി, 75 to 80% ബോഡി ഉണ്ട്. അപ്പം എന്താണ് അതുകൊണ്ട് മനസ്സിലാക്കുന്നത്? മാർക്കറ്റ് വീണ്ടും താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളിപ്പോൾ ഇവിടെ ട്രേഡ് എടുത്തെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും ഇല്ലേ? അപ്പോൾ ഈ ട്രേഡിൻ്റെ സ്റ്റോപ്പ് ലോസ് പിന്നെ അടുത്ത എവിടെ ആയിരിക്കും? അടുത്തത് ഇതിൻ്റെ ഹൈ ഇല്ലേ? ഇവിടുന്ന് ട്രേഡ് എടുത്തവർ ഇവിടെ ബുക്ക് ചെയ്യാതെ ഹോൾഡ് ചെയ്യുവാണ്. കാരണം എന്താണ് ഹോൾഡ് ചെയ്യുന്നത്? ഇവിടെ ഡബിൾ കൺഫർമേഷൻ. നമ്മളിതൊക്കെ യുക്തിപൂർവ്വം ചിന്തിക്കണം. നമ്മൾ ഇത് ഒന്നും ആർക്കും അന്നേരം പറഞ്ഞു തരാൻ പറ്റത്തില്ല. അന്നേരം മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ച്, സിനാരിയോ അനുസരിച്ച് നിങ്ങൾ യുക്തിപൂർവ്വം എടുക്കേണ്ട തീരുമാനമാണിത്. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആകണം എന്ന് പറയുന്നത് കാര്യം അതാണ്. മനസ്സിലായോ? നിങ്ങളെപ്പോഴും ഡിപ്പെൻഡൻസി കുറയ്ക്കുക. ഡിപ്പെൻഡൻസി കുറച്ച് സ്വന്തമായിട്ട് ട്രേഡ് എടുക്കാൻ പഠിക്കുക എന്ന് പറയുന്നതിൻ്റെ ആശയം ഈ ഒരൊറ്റ കാര്യമാണ്. ഇവിടെ ആർക്കും പറഞ്ഞു തരാൻ പറ്റില്ല. നിങ്ങൾ സ്വന്തമായിട്ട് ഡിസിഷൻ എടുത്ത് നോക്കത്തുള്ളൂ. കാരണം ഇവിടുന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ റിജക്ഷൻ ക്യാൻഡിൽ വന്നു, ഇവിടുന്ന് ക്രോസ് ചെയ്തു, നേരെ താഴോട്ട് വന്നു, സെക്കൻഡ് കൺഫർമേഷൻ ഇല്ലേ? ഒന്നുകിൽ ഇവിടെ പുതിയ ട്രേഡ് എടുക്കാം. ആൾക്കാർക്ക്, ഈ ബിഗിനേഴ്സിന് പുതിയ ട്രേഡ് ഇവിടെ എടുക്കാം. ഈ കൺഫർമേഷൻ്റെ ട്രേഡ് എടുക്കാം. അപ്പോൾ തന്നെ ഇവിടെ ട്രേഡ് എടുത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡബിൾ കൺഫർമേഷനായി അവരെന്ത് ചെയ്യും? ഈ ട്രേഡ് ഹോൾഡ് ചെയ്തിട്ട് ഇവരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കും അവർ ഇല്ലേ? അപ്പോൾ പിന്നെ അവർക്ക് ഇനിയും ലാഭം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നഷ്ടം വന്നു കഴിഞ്ഞാലും ഇവിടെ വന്നുകൊണ്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും അവർക്ക് ലാഭമേ കാണത്തുള്ളൂ ഇല്ലേ? എങ്കിലും അവർ സ്റ്റോപ്പ് ലോസ് വെച്ച് വീണ്ടും ആ ട്രേഡ് ഹോൾഡ് ചെയ്യുന്നു. ഇവിടുന്ന് പിന്നെ ഒരു ന്യായം ഏകദേശം ഓൾമോസ്റ്റ് നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഇത് മുട്ടാൻ നോക്കിയിരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എവിടെ വരെ എത്തിയാലും ന്യായമായിട്ടുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പം ഇവിടെ ബിഗിനേഴ്സ്, ഇത് ബിഗിനേഴ്സിൻ്റെ ട്രേഡാണ്. ഈ ട്രേഡ് ഇത് ബിഗിനേഴ്സിൻ്റെ ട്രേഡാണ്. ഇത് എക്സ്പീരിയൻസ് ആൾക്കാരുടെ ട്രേഡ്, അല്ല റിജക്ഷൻ ക്യാൻഡിൽ ട്രേഡ് എടുക്കുന്ന ആൾക്കാരുടെ ട്രേഡാണ്. ഓക്കെ, എനിവേ എന്തായാലും ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ധാരാളം ആൾക്കാരുണ്ട്. കാരണം സ്ക്രീൻഷോട്ട് ഞാൻ കണ്ടു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് റിജക്റ്റ് ചെയ്ത് മേലോട്ട് പോയി ഇല്ലേ? ഇനി ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നോട്ടീസ് ചെയ്യാത്തൊരു കാര്യം ഇന്നൊരാൾ ഒന്നല്ല ഒരു 3-4 പേര് എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ പോലും ശ്രദ്ധിച്ചില്ല ആ കാര്യം. പക്ഷെ അവർ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടുന്ന് നേരെ തിരിച്ചു പോയി. ഇവിടുന്ന് റിജക്ഷൻ എടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അത് ഞാൻ ഒരു കൺഫർമേഷൻ ഇല്ലാത്ത സംഭവം അത്. ഓക്കെ, അത് മാർക്കറ്റ് നേരെ പോയി തിരിച്ചു. ഇവിടെ ഒന്നും ട്രേഡ് ഇല്ല. നേരെ തിരിച്ചു വന്നു. ഓൾമോസ്റ്റ് നമ്മുടെ സപ്പോർട്ടിലെത്തി. ഇവിടുന്ന് കൺസോളിഡേറ്റ് ചെയ്ത് മാർക്കറ്റ് നേരെ തിരിച്ചു പോയി. ഇവിടെ എങ്ങനെ ട്രേഡ് എടുക്കാം? കാരണം എന്താ? ഈ പോയിന്റിന് അതേ പോയിന്റ് വന്നപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യാൻ പറ്റി? റിവേഴ്സ് ചെയ്യാൻ തുടങ്ങി ഇല്ലേ? അപ്പോൾ ഒരാൾ എനിക്ക് മെസ്സേജ്, സാർ ഇത് ഡബിൾ ടോപ്പ് അല്ലേ? വെരി കറക്റ്റാണ് അവർ പറഞ്ഞത്. അവർ ഡബിൾ ടോപ്പ്. സാർ ഇത് ഡബിൾ ടോപ്പ് അല്ലേ? അപ്പോൾ നമുക്ക് കൂടുതൽ ട്രേഡ് പറ്റത്തില്ലേ? പറ്റും. ഇങ്ങനെയാണ് നമ്മൾ വളരുന്നത്. മനസ്സിലായില്ലേ? ചാർട്ടിനകത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി നമ്മൾ തന്നെത്താൻ സ്വയം പഠിച്ച് മുന്നേറുമ്പോഴാണ് ഇങ്ങനെയുള്ള പുതിയ കാര്യങ്ങൾ നമ്മൾ തന്നെത്താൻ പഠിക്കുന്നത്. ഇപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, സാർ ഇതൊരു ഡബിൾ ടോപ്പ് അല്ലേ? ഞാൻ ഇവിടുന്ന് ട്രേഡ് എടുത്തു. ഈ ഡബിൾ ടോപ്പ് ടച്ച് ചെയ്തപ്പോൾ ഞാനിവിടെ ട്രേഡ് എടുത്തു. സുന്ദരമായിട്ട് എനിക്ക് പ്രോഫിറ്റ് കിട്ടി ഇവിടം വരെ. കറക്റ്റ് അല്ലേ? വെരി കറക്റ്റ് അല്ലേ? അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ വളരെ കറക്റ്റാണ്. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ട്രേഡ് പഠിക്കുന്നത്. മനസ്സിലായോ? അപ്പം ആരുടെ സഹായം വേണ്ട, ഡിപ്പെൻഡൻസി ഒന്നുമില്ല. ആരുടെ സഹായത്തിനോ അന്വേഷണത്തിനോ കോളിനോ ഒന്നും വെയിറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സിനാരിയോ വരുമ്പോൾ ഓരോ കാര്യങ്ങളും നോക്കി മാർക്കറ്റിൽ പഠിക്കാൻ പറ്റും. മനസ്സിലായി? അങ്ങനെ ഡബിൾ ടോപ്പ് വന്നു. അവിടെ ട്രേഡ് എടുത്തവർക്ക് സുന്ദരമായിട്ട് വീണ്ടും ട്രേഡ് കിട്ടി. താഴെ നമ്മൾ വരച്ച ലൈൻ 475-476 വന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു? മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു. ഓക്കെ, അപ്പം ട്രേഡ് നമ്പർ 1, ട്രേഡ് നമ്പർ 2, ട്രേഡ് നമ്പർ 3, അടുത്ത ട്രേഡ് എന്താണ്? ട്രേഡ് നമ്പർ 4, അടുത്ത റിജക്ഷൻ. ഇതേ സെയിം സിനാരിയോ നേരെ തിരിച്ച് ഈ റിജക്ഷൻ. ഇതാണ് യഥാർത്ഥ റിജക്ഷൻ ഇതാണ്. ഓക്കെ, ഈ റിജക്ഷന് ശേഷം ഒരിക്കലും മാർക്കറ്റ് ഇതിൻ്റെ താഴെ പോയിട്ടില്ല. ശരിയല്ലേ? ഈ റിജക്ഷന് ട്രേഡ് എടുത്തു. ഇവിടുന്ന്
അതിനുശേഷം ഒരു കുറച്ച് നേരം കൺസോളിഡേറ്റ് ചെയ്തു. വീണ്ടും എപ്പോഴൊക്കെ മാർക്കറ്റ് ഇവിടെ വരുന്നോ നോക്കിക്കേ, മാർക്കറ്റ് എപ്പോഴൊക്കെ ഈ ലൈനിൽ വരുന്നോ അപ്പോഴൊക്കെ റിജക്ഷനാണ് ഇല്ലേ, അവിടെ അപ്പോഴൊക്കെ റിജക്ഷനാണ് ഇല്ലേ. അതിനുശേഷം മാർക്കറ്റ് നേരെ തിരിച്ച് നമ്മുടെ അടുത്ത വീണ്ടും 529 റേഞ്ചിൽ പോയി ടച്ച് ചെയ്തു അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഒരു ട്രേഡ് ഒരു 1500 ട്രേഡ്, 1500 രൂപയ്ക്കുള്ള ട്രേഡ് എന്തായാലും 1000 to 1500 രൂപയ്ക്കുള്ള കിട്ടാനുള്ള വകുപ്പ് എന്തായാലും ഇവിടെ ഉണ്ടായിരുന്നു. ഒരു സംശയാദിത്തിന് അധിഷ്ഠിതമായിട്ട് ഇവിടെ നമുക്കൊരു ട്രേഡ് കിട്ടി. അപ്പോൾ അങ്ങനെ 4 ട്രേഡ് ഇന്നുണ്ടായിരുന്നു. എത്ര പേര് ട്രേഡ് എടുത്തു എന്നുള്ളത് നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ കേട്ടതിന് ശേഷം കമൻറ്റ് ചെയ്താൽ മതി. വീഡിയോ കേട്ട് കാര്യങ്ങൾ മനസ്സിലായതിനു ശേഷം നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ കമൻറ്റ്, കാരണം വരുന്നവർ ആദ്യം കമൻ്റ് ആയിരിക്കും നോക്കുന്നത്. അതുകൊണ്ട് അപ്പം നിങ്ങൾ ആ രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ചാനലിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നാളെ ഞാനൊരു നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും വളരണമെങ്കിലും മുന്നോട്ട് പോകണമെങ്കിലും നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ എന്ന് പറയുമ്പോൾ മാത്രം അന്നത്തെ ദിവസം എല്ലാവരും അടുപ്പിച്ച് വാഞ്ഞ് പിടിച്ച് കമൻ്റ് ഇടും. പിന്നെയും പിറ്റേ ദിവസം ശങ്കരൻ അഗെയിൻ ഓൺ ദ കോക്കനട്ട് ട്രീ. അങ്ങനെയല്ല. നിങ്ങൾ എന്നോട് നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും ഇഷ്ടമോ സ്നേഹമോ ആദരവോ ബഹുമാനമോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം മതി. ഓക്കെ, ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ ആ ഭാഗം പറഞ്ഞ് അവിടെയും വിടും. ഓക്കെ, അപ്പോൾ നമുക്കിനി നാളെ എന്താ അപ്പോൾ അതിന് മുന്നേ വേറൊരാൾ ഞാൻ വേറൊരു കാര്യം പറയാമേ. ഈ മെസ്സേജുകളുടെ എണ്ണം കൂടി വരിക കേട്ടോ. അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഞാൻ നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾക്കുള്ള റിപ്ലൈ അപ്പം തന്നെ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ റിപ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞ് സ്ഥിരമായിട്ട് അത് ഇങ്ങനെ എനിക്കങ്ങനെ മെസ്സേജ് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാം എനിക്ക് ദയവ് ചെയ്ത് മെസ്സേജ് അയക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് അത് ചോദിച്ച് ക്ലിയർ ചെയ്യുക. പിന്നെ തുടരെ ഇതേ മാർക്കറ്റിലെ കാര്യം ഇത് പണ്ട് തൂറിയത് വള്ളത്തൂറിയത് എല്ലാം അങ്ങനെ അത് വേണ്ട. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളത് ചോദിച്ചു, അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. കാരണം നിങ്ങളെപ്പോലെ ധാരാളം ആൾക്കാർ മെസ്സേജ് അയക്കുന്നത്, അവർക്കൊക്കെ എനിക്ക് റിപ്ലൈ ചെയ്യണം. അപ്പം നിങ്ങൾ ഇത് എന്താ പറയുന്നത്, ഇത് എൻ്റെ ഞാൻ ഈ റിപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെ മനസ്സിലാക്കണം. ഇത് ഞാൻ റിപ്ലൈ ചെയ്യുന്നത് ഒരു ഫേവറാണ്. ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നൊരു ഫേവറാണ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ പ്രിവിലേജ്. മനസ്സിലായി പറഞ്ഞേ? ദിസ് ഈസ് ഓൺലി എ ഫേവർ, നോട്ട് എ പ്രിവിലേജ്. നിങ്ങളത് മനസ്സിലാക്കണം ആദ്യം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് മെസ്സേജ് അയക്കണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി നിങ്ങൾ അയച്ചോ, അല്ലാതെ ആവശ്യമില്ലാതെ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കരുത് പ്ലീസ്. ഓക്കെ, അപ്പോൾ അത്രയും ഭാഗം പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തുന്നു. ഇനി അടുത്ത കാര്യം, ഇവിടെ എല്ലാവർക്കും ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ സംശയമുണ്ട്. സാർ ഇവിടെ ട്രേഡ് എടുത്തു എടുത്തിട്ടും എടുത്തിട്ടും എനിക്ക് പ്രോഫിറ്റിലോട്ട് എത്തിയില്ല എന്ന് പറഞ്ഞ് ധാരാളം ആൾക്കാർ. അതുപോലെ ഇവിടുത്തെ കാര്യം പ്രോഫിറ്റിലോട്ട് എടുത്തിയില്ല, സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകുന്നു, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസിലോട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞ് 2-3 പേര് എനിക്ക് കമൻറ്റ് ചെയ്തു. അവരുടെ ക്ലാരിറ്റിക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ സംഗതി നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ സംഗതി ഒരിക്കലും ഒരു പ്രീമിയം അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. SL എന്ന് പറയുന്നത് ഒരു പ്രീമിയം അല്ല. ഒരു പ്രീമിയം വെച്ച് നമുക്ക് SLനെ, അതായത് വെരി ക്ലിയർ ആയിട്ട് ഞാൻ പറയാം, ഇതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, യഥാർത്ഥ കൺസെപ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ SL ഒരിക്കലും ഒരു പ്രീമിയം അല്ല. ഒരു 100 രൂപയ്ക്ക് അടുത്തൊരു സാധനം നിങ്ങൾ 90 രൂപ സ്റ്റോപ്പ് ലോസ്, 10 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ്, അപ്പോൾ 90 രൂപയ്ക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇറങ്ങി പോകണം എന്ന രീതിയിൽ ഇങ്ങനെയല്ല സ്റ്റോപ്പ് ലോസ്. സ്റ്റോപ്പ് ലോസിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനേ അല്ല. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ 10 പോയിൻറ്റ് വെക്കുന്നത്? നമുക്ക് നഷ്ടം കുറയ്ക്കാൻ വേണ്ടി, നഷ്ടസാധ്യത കുറയ്ക്കാൻ വേണ്ടി, കൂടുതൽ നഷ്ടത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ 10 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് വെക്കും. ഇത് മറ്റേ ലവർമാർക്കും അറിയാം. അവന്മാരപ്പോൾ നേരെ താഴോട്ട് ഇങ്ങോട്ട് സാധനം കൊണ്ടുവരും, എന്നിട്ട് നേരെ തിരിച്ചു പോകും. ഇതെങ്ങനെയാണ്? ഇങ്ങനെ നേരെ താഴോട്ട് വരും, എന്നിട്ട് നേരെ മുകളിലോട്ട് പോകും, നേരെ ഇങ്ങനെ വരും. ഇതാണ് ഡോജ് പോലെ ആയിപ്പോവും. അതാണ് ഇവിടെയൊക്കെ സംഭവിക്കുന്നത്. ഇതൊക്കെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങാണ്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കണം, പ്രീമിയം അല്ല. പിന്നെ എന്താണ്? ഈ സ്ട്രൈക്കുകളിനകത്തിലെ ലെവലുകളാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്. ഇപ്പം നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചാർട്ടിൽ ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ നിങ്ങൾ ട്രേഡ് എടുക്കാവൂ. ചാർട്ടിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം അത്. എൻ്റെ ട്രേഡിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ചാർട്ടിൽ നോക്കിയിരുന്നാൽ മാത്രമേ ട്രേഡ് ചെയ്യാവൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് അടിക്കും. അതിനിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ട്രേഡിങ് നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കണം. ഈ പോയിന്റിന് താഴെ, ഇവിടുന്ന് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റിന് താഴെ ഒരു ക്യാൻഡിൽ ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡ് ഉപേക്ഷിക്കാം.
മനസ്സിലായി പറഞ്ഞേ? കാരണം എന്താണെന്നറിയോ? ഈ പ്രീമിയത്തിന് മാറ്റങ്ങൾ സംഭവിക്കും. ഇതിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. നിങ്ങൾ വിക്സ് നോക്കിക്കേ. നിങ്ങൾ വിക്സ് നോക്കിക്കേ. ഇതാണ് വിക്സ്. കണ്ടോ? എന്താ സംഭവിച്ചത്? രാവിലെ വിക്സ് കയറി, സാധാരണ ഇതിൽ വിക്സ് കയറി കഴിഞ്ഞാൽ അതുപോലെ തന്നെ നേരെ 5 മിനിറ്റിൻ്റെ കഴിയുമ്പോൾ നേരെ സാധനം കാറ്റടിച്ചിട്ട് ബലൂൺ പോലെ താഴെ വരും. അവിടെ എക്സാമ്പിൾ ഉണ്ട്. ഇത് കണ്ടോ? ഇത് ഒരു 27-ാം തീയതിയാണ്. ഇത് വിക്സ് കണ്ടോ? ഇത് കൊണ്ട് നേരെ തിരിച്ചായിട്ട് പോരുന്നു. ഇത് കണ്ടോ? നേരെ താഴോട്ട് പോകുന്നു. പക്ഷേ ഇന്ന് എന്താ സംഭവിച്ചേ? ഇന്ന് നേരെ വിക്സ് മോളോട്ട് പോയപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇരുന്ന പ്രീമിയൊക്കെ നല്ല രീതിയിൽ മേലോട്ട് കയറി. സി ആണെങ്കിലും ബി ആണെങ്കിലും നല്ല രീതിയിൽ മോളോട്ട് കയറി. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ താഴെ വിടില്ല. അതിനുശേഷം പിന്നെ പതുക്കെ താഴോട്ട് വരുന്നു, മോളോട്ട് പോകുന്നു, താഴോട്ട് വരുന്നു, മോളോട്ട് പോകുന്നു, താഴോട്ട് നിന്ന് പോകും. അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് എപ്പോഴാണ്? ഇത് ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ നിങ്ങളുടെ പ്രീമിയം എന്ത് ചെയ്യും? പെട്ടെന്ന് താഴോട്ട് വരും. അപ്പം ഒരു പക്ഷേ സ്റ്റോപ്പ് ലോസിൻ്റെ കീഴിലെങ്ങാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും. മനസ്സിലായി? അതിനുശേഷം വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഇവിടെയൊക്കെ മാർക്കറ്റ് മുകളിലോട്ട് പോയി. അപ്പോൾ പ്രീമിയം നല്ലപോലെ കൂടും. അപ്പോൾ ചിലപ്പോൾ ഈ കഷ്ടകാലത്ത് നിങ്ങൾ ഇവിടെ ആയിരിക്കും എടുക്കുന്ന സാധനം. ഈ പീക്ക് പോയിന്റിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ട്രേഡ് എടുക്കുന്നത്, അല്ല ഈ പീക്ക് പോയിന്റിലായിരിക്കും ട്രേഡ് എടുക്കുന്നത്. അതിനുശേഷം വിക്സ് താഴോട്ട് വരുമ്പോൾ നിങ്ങളുടെ കയ്യിരിക്കുന്ന പ്രീമിയം എന്ത് ചെയ്യും? അപ്പോൾ 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചാൽ നിങ്ങൾ ട്രേഡ് എടുന്ന് വിചാരിച്ചു 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടു. നേരെ ഈ ഒറ്റ സ്പൈക്കിനാണ് നേരെ തിരിച്ചു വരുമ്പം മാർക്കറ്റ് മൂവ് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ പ്രീമിയം ഈ പറയുന്നത് 100 രൂപയ്ക്ക് സാധനം 90 രൂപയ്ക്ക് സ്റ്റോപ്പ് ലോസ് 90 രൂപയ്ക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടെന്നുണ്ടെങ്കിൽ ഇത് ഒറ്റയടിക്ക് ഈ ഒരു ഒറ്റ വരവിന് തന്നെ ചിലപ്പോൾ ഇത് 92 തീരും. പിന്നെ വലിയ താമസമൊന്നുമില്ല സ്റ്റോപ്പ് ലോസ് അടിക്കാൻ വേണ്ടി. പറയാൻ മനസ്സിലായി? അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ചാർട്ടിൽ ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ട്രേഡ് എടുക്കാവൂ. ചാർട്ടിൽ നോക്കി ട്രേഡ് എടുക്കുക. സ്റ്റോപ്പ് ലോസ് നിങ്ങൾ അങ്ങനെ വെക്കാൻ തന്നെ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ? ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് കുറച്ചുകൂടെ കൂട്ടിയിടുക. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ? വരയെല്ലാം പോയോ? ദൈവമേ, ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണേ. വര പോയില്ലോ, വരയെല്ലാം പോയോ? മണിയായോ? ഇത് നോക്കട്ടെ, ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണേ. ഓക്കെ, ബാക്ക് അടിച്ച് വര വരുത്തിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഈ ഞാൻ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ ചാർട്ടിൽ നോക്കി ട്രേഡ് എടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളിവിടെ ATM ആണ് എടുക്കുന്നതെങ്കിൽ എത്ര പോയിന്റ് ഇവിടുന്നുണ്ട്? ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഇവിടെ ട്രേഡ് എടുത്തെന്ന് വിചാരിച്ചു, ഈ പോയിന്റിലാണ് എടുത്തത് 488 490 എന്ന് വിചാരിച്ചു. സ്റ്റോപ്പ് ലോസ് ഒരു സ്ട്രൈക്ക് പോയിന്റ് 20 പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ 490 എന്ന് വിചാരിച്ചു. 490 ഒരു 470 അല്ലെങ്കിൽ ഒരു 460 ആ റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു 15 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് നിങ്ങൾ വെച്ച് കൊടുക്കുക. ഈ പറഞ്ഞ അതിന് ഞാൻ അനുകൂലിക്കുന്നില്ല. ഈ പ്രീമിയം ഇട്ട് സ്റ്റോപ്പ് ലോസ് ചെയ്യുന്നതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ചാർട്ടിൽ നോക്കിയത്. പിന്നെ രക്ഷപ്പെടാൻ വേണ്ടി 10 പോയിന്റ് 15 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് നമ്മൾ പരീക്ഷിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേങ്കിൽ യഥാർത്ഥ സ്റ്റോപ്പ് ലോസ് അങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ അത്രയും ഭാഗം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇങ്ങനെയുള്ള സിനാരിയോയിൽ സ്റ്റോപ്പ് ലോസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 4-5 പോയിൻ്റൊക്കെ കൂട്ടി സ്റ്റോപ്പ് ലോസ് ഇടാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയും ഭാഗം പറഞ്ഞുകൊണ്ട് അപ്പോൾ നമുക്ക് ഈ നാളത്തെ കാര്യം നമുക്ക് നോക്കാം. നാളത്തെ കാര്യം എങ്ങനെയാണ്? നാളത്തെ കാര്യം നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം 25 ശ്രദ്ധിച്ചേക്കണം. 25,500 ഇതാണ് പ്രധാനപ്പെട്ട ലെവൽ. ഓക്കെ, 25,500 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമോ ഇല്ലയോ? നമ്മുടെ ലെവല് 25,476. 25 ലെവലുകൾ നമ്മുടെ വരകളൊന്നും മാറ്റുന്നില്ലേ, ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. 25,476 നമ്മുടെ പോയിന്റ്. ഓക്കെ, 476. മാർക്കറ്റ് ഇന്ന് നാളെ ക്ലോസ് ചെയ്യുമ്പോൾ 25,000 മുകളിൽ, അതായത് ഏകദേശം 25,529 25,530 മുകളിൽ ക്ലോസിങ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു അപ് ട്രെൻഡ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി പറഞ്ഞ്? അപ് ട്രെൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. മാർക്കറ്റ് പിന്നെ അവിടെ നിന്ന് മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 25,000 മുകളിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 25,530 റേഞ്ചിൽ മാർക്കറ്റ് ക്ലോസിങ് ഡേ വൈസിൽ ക്ലോസിങ് കിട്ടിയാൽ നമുക്ക് മാർക്കറ്റ് പറയാം നിലനിൽക്കും, മുകളിലോട്ട് പോകും എന്ന് പറയാം. അല്ല, ഈ 25,476 താഴെയാണ് ക്ലോസിംഗ് എങ്കിൽ, ഇതിന് താഴെയാണ് ക്ലോസിംഗ് എങ്കിൽ
നമ്മൾ ഒരു പക്ഷേ 25,000 ഒക്കെ കാണേണ്ട സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ട്രേഡ് ഡീല് ജൂലൈ 7 അങ്ങനെ ജൂലൈ 7 അല്ലെ 9 അങ്ങനെ ആ ഡേറ്റ് എങ്ങാണ്ടാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷേ 2-3 ദിവസം ഇന്നിപ്പോൾ ഒരു ന്യൂസ് കണ്ടു, 2-3 ദിവസത്തിനകം ട്രേഡ് ഡീൽ സെറ്റാകും എന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ മാർക്കറ്റ് ഒരു പക്ഷെങ്കിൽ ആ ട്രേഡ് ഡീൽ അമേരിക്കയായിട്ടുള്ള ട്രേഡ് ഡീൽ വരുന്നിടം വരെ ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യത ഒരു 100-150 പോയിൻറ്റിനകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് എൻ്റെ ഒരു അനുമാനം. ഓക്കെ, അപ്പം ഇത്രയാണ് കാര്യങ്ങൾ. അതിനുശേഷം നമുക്ക് ഈ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താനുണ്ട്. ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലൈൻ ഞാൻ മാറ്റണോ വേണ്ടോ എന്ന് 100 വട്ടം ഞാൻ ആലോചിക്കുന്നു. മാറ്റണോ? മാറ്റണ്ട. ഈ ഒരു ലൈൻ മാത്രം വേണം നമുക്ക് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു ലൈൻ ഇത് മാത്രം, ഈ 8 ലൈൻ മാത്രമേ ഞാൻ മാറ്റുന്നുള്ളൂ. വേറെ ഒരു ലൈൻ ഞാൻ മാറ്റുന്നില്ല. ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഇവിടെ കിടന്നോട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഈ നോ ട്രേഡിംഗ് സോൺ ഇവിടെ വരും. ഇതിനകത്ത് ഇതാണ് നോ ട്രേഡിംഗ് സോൺ. ഇതിനകത്ത് നമുക്ക് ട്രേഡ് ഇല്ല. ഇതിനൊരു മോളോട്ടോ ഇതിൻ്റെ താഴോട്ടോ ആയിരിക്കും നമുക്ക് ട്രേഡ്. സൂക്ഷിച്ച് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കും. ഇല്ലേ, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ വീഡിയോ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ കാര്യം ഓർത്തത്. അതുകൊണ്ട് ഇത് വെട്ടിച്ചേർക്കുകയാണ്. നിങ്ങൾക്കൊരു അരുതായിക തോന്നും, ഇത് വെട്ടിച്ചേർത്ത് ഇതിനോട് ജോയിൻ ചെയ്യുന്നതാണ്. ആ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമുക്ക് ഈ നിഫ്റ്റിയുടെ ചാർട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഡേയിലോട്ടൊന്ന് മാറ്റി നോക്കി കഴിഞ്ഞാൽ ഒരു കാര്യം ഇവിടെ മനസ്സിലാവും. ഡേ ക്യാൻഡലിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡേയിലോട്ടൊന്ന് മാറ്റി നോക്കുക. നിങ്ങൾ നോക്കിക്കേ, ഡേ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം കാണാം. ഇത് ഞാൻ ഇത് മാറ്റിയാൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, നോക്കട്ടെ. നിങ്ങൾ നോക്കിക്കേ, ഇത് കണ്ടോ? നിഫ്റ്റി ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലാണ് ഇവിടെ രൂപപ്പെട്ടേക്കുന്നത്. കണ്ടോ? നിഫ്റ്റിയിൽ ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലാണ് രൂപപ്പെട്ടേക്കുന്നത്. അപ്പോൾ ഈവൻ നാളെ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യത്തില്ല. അപ്പോൾ ഇതിന് താഴെ ഈ ഡേ ക്യാൻഡിൽ, നാളത്തെ ക്യാൻഡിൽ ഇതിന് താഴെ ക്ലോസിങ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, ഈ റെഡ് ക്യാൻഡിലിന് താഴെയാണ് നാളെ വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസിങ് വന്നാൽ ഒരു പക്ഷെങ്കിൽ നമ്മുടെ നിഫ്റ്റിയിൽ നമ്മുടെ വീക്കിലി അനാലിസിസ് പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് നിങ്ങളുടെ മനസ്സിലൊന്ന് ഇരുന്നോണം. ഞാനിപ്പോൾ ക്ലോസ് കഴിഞ്ഞപ്പോൾ ഈ കാര്യത്തെപ്പറ്റി ആലോചിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടാമത് വെട്ടിക്കയറ്റി പറയുക അതിനകത്ത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഒരു ഇൻഫർമേഷൻ വേണ്ടി പറയാം. ഈ ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നാളെ ഈ റെഡ് ക്യാൻഡിലിന് താഴെ ഡേ വൈസിൽ ഒരു റെഡ് ക്യാൻഡിലുടെ ഫോം ആയാൽ ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് താഴോട്ട് ഒന്നുകൂടെ കുറച്ച് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫോർ യുവർ ഇൻഫർമേഷൻ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഇന്ന് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. എനിക്ക് ചിലപ്പോൾ ഈ വീഡിയോക്ക് ഇച്ചിരി നീളം കൂടി പോകുന്ന സംശയമുണ്ട് എനിക്ക്. വേറൊരു കാര്യം കൊണ്ട് ഞാൻ പറയും, നിങ്ങളിന്ന് ട്രേഡ് ചെയ്യുന്നവർ HDFC നോക്കണം എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. നിങ്ങൾ HDFC ബാങ്കിനെ നോക്കിക്കേ. HDFC ബാങ്കിൻ്റെ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് ഈ പറയുന്ന 22,000. ഇന്ന് മാർക്കറ്റ് എക്സാക്റ്റ് 2,000 കൊണ്ടുപോയി മാർക്കറ്റിനെ ക്ലോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പം എന്താ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ചുരുക്കത്തിലൊരു കാര്യം പറയാം. ഇവിടെ സംഭവിച്ചെന്ന കാര്യം, നമ്മുടെ HDFCയുടെ പിന്നെ ഫിനാൻഷ്യൽ സെക്ടർ ഇന്ന് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നാളെ ജൂലൈ 2 സംഭവം ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HDFC ബാങ്കിൻ്റെ ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടായിരുന്നു ഇത് കിട്ടാൻ വേണ്ടി. HDBയുടെ ഷെയർസ് അലോക്കേഷൻ കിട്ടാൻ വേണ്ടി ഇവർക്ക് HDFC ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ കേട്ടു. സത്യമാണോ എനിക്കറിയത്തില്ല, ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? HDBയുടെ ഷെയർ കിട്ടാൻ വേണ്ടി HDFC നാട്ടുകാർ മുഴുവൻ വാങ്ങിക്കുമ്പം എന്തിനു വേണ്ടിയാണ് വാങ്ങിക്കുന്നത്? ഇത് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ പരിപാടി ഇന്ന് കഴിഞ്ഞു, എല്ലാം ക്ലോസ് ചെയ്തു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും ആൾക്കാർ? ഇന്ന് എന്ത് ചെയ്യും? കയ്യിരിക്കുന്ന സാധനം എടുത്ത് HDFC വീണ്ടും എടുത്ത് എന്ത് ചെയ്യും? തിരിച്ച് വിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് മാത്രമല്ല, ഈ സാമാനം ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്, ATHൽ നിൽക്കുകയാണ്. അപ്പോൾ ATH നിൽക്കുന്നതുകൊണ്ട് സെല്ലിംഗ് പ്രഷർ വളരെ കൂടുതലായിരിക്കും, സെല്ല് ചെയ്യാനുള്ള ടെൻഡൻസിയും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് റീറ്റെയിലേഴ്സ് തന്നെ എടുത്തിട്ട് വിൽക്കാനുള്ള സാധ്യത, അല്ലെ HNIs വിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ നാളെ കഴിഞ്ഞ് 2-ാം തീയതി
2-ാം തീയതി ഇത് എൻ്റെ മാത്രം ചിന്ത ഞാനീ പറയുന്നത്, ശരിയോ തെറ്റോ എന്നൊക്കെ നാളെ മാർക്കറ്റ് നാളെ അടുത്ത ദിവസങ്ങൾ തെളിയിക്കും സത്യമാണ് കള്ളമാണെന്നുള്ള കാര്യം. അപ്പം ഈ HDB ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊരു ഇച്ചിരി പിന്നെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്റ്റോക്കാണ്. ഓക്കെ, HDB ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ 10% ലിസ്റ്റിംഗ് ഗെയിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ 10% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാരിത് അപ്പോഴേ എടുത്തിട്ട് വിൽക്കും. മനസ്സിലായി? അപ്പോൾ തന്നെ വിൽക്കും. കാരണം അത്ര വലിയ പ്രീമിയം ഗ്രേ മാർക്കറ്റിൽ വലിയ പ്രീമിയം ഒന്നും ഇല്ല. അപ്പോൾ 10% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിയാൽ ഒരു പക്ഷേ ഇതെല്ലാം എടുത്ത് തൂത്ത് പറക്കി റീറ്റെയിലേഴ്സ് വിൽക്കുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെല്ലിംഗ് പ്രഷർ കൊണ്ട് ഒരു പക്ഷേ മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. തെറ്റോ ശരിയോ എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു ഇൻഡ്യൂഷൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ രീതി മാത്രം എടുക്കുക. ഓക്കെ, ഇതിനെ ആധികാരികമായിട്ടൊന്നും എടുക്കണ്ട. എൻ്റെ ഒരു പൊട്ട ബുദ്ധി നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി. ഓക്കെ, അതിനുശേഷം ഞാൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾ HDFC നിഫ്റ്റിയിലായാലും ഞാൻ ഗ്രൂപ്പിൽ പല പ്രാവശ്യം പറഞ്ഞു, നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നവർ നിങ്ങളെ ഫിനാൻഷ്യൽ സെക്ടറിനെ നോക്കണമെന്ന് പറഞ്ഞു. എല്ലാവരും ഇന്ന് റെഡിലായിരുന്നു ഇല്ലേ? HDFCയും ICICയും കോട്ടക്കും ആക്സിസും. ഈ SBI മാത്രമേ ഉള്ളൂ പോസിറ്റീവിലുള്ള, ബാക്കി എല്ലാവരും നെഗറ്റീവിലായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയെ താഴോട്ട് കൊണ്ടുവന്നത്. ഇത്രയും പേര് അതിനൂടെ IT ന്യൂട്രലായിട്ട് നിന്നു. ഇൻഫി കുറച്ച് നെഗറ്റീവ് പോയി എങ്കിലും അത് കോമ്പൻസേറ്റ് ചെയ്ത് TCS നിന്നു. അപ്പോൾ ഇവർ IT ന്യൂട്രലായിട്ട് നിൽക്കുകയും ഫിനാൻഷ്യൽ സെക്ടർ താഴെ പോവുകയും ചെയ്തുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റ് ഇന്ന് ഇത്ര 150 പോയിൻ്റ് ഇടിയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അത് ഞാൻ ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു നിങ്ങളോട് ഇല്ലേ? നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ HDFC ICICI നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം എനിക്ക് പറയാൻ. അപ്പം നമുക്കിനി ബാങ്ക് നിഫ്റ്റിയിലോട്ടൊന്ന് വരാം. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ നല്ല ഓപ്പർച്യൂണിറ്റികളുണ്ടായിരുന്നു. നല്ല ഓപ്പർച്യൂണിറ്റികൾ നോക്കിക്കേ, നമ്മുടെ വരകൾ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്തു ഇല്ലേ? രാവിലെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം എന്താ സംഭവിച്ചത്? നേരെ ഇത് ബ്രേക്ക് ചെയ്ത് താഴെ വന്നു. നമ്മുടെ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴെ വന്നു, കൃത്യമായിട്ട് സപ്പോർട്ട് എടുത്തു, വീണ്ടും മോളിപ്പോയി, വീണ്ടും വന്നു, വീണ്ടും മോളിപ്പോയി, വീണ്ടും വന്നു, താഴോട്ടിറങ്ങി നേരെ തിരിച്ച് നമ്മുടെ ലൈനിൽ തന്നെ വന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ എത്ര ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് നിങ്ങൾ തന്നെ കണക്ക് കൂട്ടിയാൽ മതി. എത്ര പേര് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് അത്ര മാത്രമേ, നമ്മുടെ ലൈൻ കൃത്യമായിരുന്നു ഇല്ലേ? നമ്മുടെ ലൈൻ കൃത്യമായതുകൊണ്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റി. കാരണം നിങ്ങൾക്കൊരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു ഇല്ലേ? നമുക്ക് എങ്ങോട്ട് ട്രേഡ് ചെയ്യണം എന്നുള്ള കൃത്യമായ ഒരു ഡയറക്ഷൻ നമുക്ക് ചാർട്ടിനകത്തിലുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ വരകൾക്കൊന്നും മാറ്റമില്ല, ഒരു മാറ്റമില്ല. ഇത് തന്നെ വരാം. കാരണം എന്നൊന്നും വരച്ച് നമ്മൾ കാണിച്ച കാര്യമില്ല. പിന്നെ നമ്മുടെ മിഡ് ക്യാപ്പ് അണ്ണൻ എന്ന് ഇതൊന്നും ഞാനൊന്നും അറിഞ്ഞില്ല, ഞാൻ ഈ നാട്ടുകാരനേ അല്ല എന്ന രീതിയിലായിരുന്നു മിഡ് ക്യാപ്പിൻ്റെ പ്രകടനം. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ അത് മാറ്റിവെച്ചോ. നിഫ്റ്റി വീഴുമ്പോഴോ ബാങ്ക് നിഫ്റ്റി വീഴുമ്പോഴോ മിഡ് ക്യാപ്പ് വീഴണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്ന് ഇന്നും ഒരു വലിയ എക്സാമ്പിൾ പല പ്രാവശ്യം നേരത്തെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദർ ഈസ് നോ കോറിലേഷൻ വിത്ത് നിഫ്റ്റി ഓർ ബാങ്ക് നിഫ്റ്റി. മിഡ് ക്യാപ്പിന് ദർ ഈസ് നോ കോറിലേഷൻ. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നിഫ്റ്റിയുമായിട്ടോ ബാങ്ക് നിഫ്റ്റിയുമായിട്ടോ മിഡ് ക്യാപ്പിന് യാതൊരു ബന്ധവുമില്ല. അത് അവൻ്റെ വഴിക്ക് നമ്മളെ വഴിക്ക് എന്ന രീതിയിലാണ്. ഇന്നത്തെ എക്സാമ്പിളല്ലേ, കണ്ടില്ലേ? 93 പോയിൻ്റ് പോസിറ്റീവിലാണ് ഇന്ന് അണ്ണൻ ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിഫ്റ്റി വീഴുന്നതുകൊണ്ട് മിഡ് ക്യാപ്പ് വീഴണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് നിങ്ങളത് അറിയാൻ വയ്യാത്തവരെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, നാളെ 13,468 മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ, 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോ അല്ലെങ്കിൽ നല്ല ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നേരിട്ട് പോകും. ഇല്ലെങ്കിൽ റെസിസ്റ്റൻസ് എടുത്ത് നേരെ തിരിച്ച് മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളുള്ളൂ. ഇന്ന് ഇച്ചിരി നീണ്ടുപോയി എന്ന് തോന്നുന്നു. പക്ഷേ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയാതിരിക്കുന്നത് അനിവാര്യതയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നീണ്ടുപോയത്. അതുകൊണ്ട് നിങ്ങൾ സമാധാനത്തെ കേൾക്കാൻ ശ്രമിക്കുക. എനിക്കറിയാം ഇന്ന് വീഡിയോ കൂടുതൽ ആരും പേര് കാണത്തില്ല, കാരണം ലേറ്റ് ആയതുകൊണ്ട് കാണാൻ സാധ്യത വളരെ കുറവാണ്. എങ്കിലും കണ്ടവർക്ക് വർത്തായിരിക്കും. കാണാത്തവരുടെ കാര്യം എനിക്കറിയത്തില്ല. നിങ്ങൾ ചിട്ടയോടുകൂടെ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കരയ്ക്കെത്തും, അത് ഉറപ്പാണ്. ഓക്കെ, എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. വിമർശിക്കുന്നത് വിമർശിക്കട്ടെ, നമുക്ക് അതിനകത്തിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ അതൊക്കെ കേട്ട ഒരു സൈഡിൽ കൂടെ നമ്മൾ അങ്ങനെ അങ്ങ് പോകും. ഓക്കെ, അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.